ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. കുറച്ച് ലേറ്റ് ആയെങ്കിലും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ കിച്ചണിൽ ആദ്യമായിട്ട് കയറുന്ന കുട്ടികൾക്കുമൊക്കെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ റെഡിയാക്കാവുന്ന ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇഷ്ടമാവുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഈ ചിക്കൻ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ മാരിനേറ്റ് ഒന്നും ചെയ്ത് വെക്കുന്നില്ല, പെട്ടെന്ന് റെഡിയാക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഏകദേശം 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടത്, കുറച്ച് കളർഫുള്ളാകാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം 1.5 ടേബിൾ സ്പൂണാണ് ഇട്ടത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിൽ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല, നിങ്ങളത് ശ്രദ്ധിച്ച് നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും. ഇനി ഞാനത് മാരിനേറ്റ് ചെയ്തും വെക്കുന്നില്ല. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ലേ എന്ന്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇനി അത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി ഞാൻ ഇഞ്ചി, വലിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ വലിയ 1 കുടം വെളുത്തുള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹോൾ മസാല ഞാൻ പൊടിച്ചതൊന്നുമല്ല, ഞാനതിനി ഇതിൻ്റെ കൂടെ പൊടിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ മസാല പൊടി ഉണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ മസാല ചേർക്കാം. ഞാനിത് ഹോൾ മസാല 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പൊടിച്ച മസാലയ്ക്ക് കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടും. ഇതാണെങ്കിൽ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് നമുക്കിതിങ്ങനെ ഹാഫ് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം, ഹാഫ് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിടുമ്പോഴത്തേക്ക് ഹാഫ് ഇടാം. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് അവർ നമ്മളെപ്പോലെ ഒരുപാട് നേരം വെയിറ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഒരു അരമണിക്കൂർ കൊണ്ട് ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം അതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേറെ രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇനി നമ്മൾ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നുകൂടെ നമുക്ക് മീതെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇനിയാണ് അതിൻ്റെ ടേസ്റ്റി ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം കേട്ടോ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവ് കൂട്ടാം. ഒരു വലിയ സവാളയും 1 പച്ചമുളകും 1 ചെറിയ ടൊമാറ്റോയും ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഓൾമോസ്റ്റ് 90% ചിക്കൻ വെന്തതിന് ശേഷമാണ് നമ്മൾ സവാള ആഡ് ചെയ്യുക. നേരത്തെ ഇടരുത് കേട്ടോ. നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ സവാളയുടെയും ടൊമാറ്റോയുടെയും ഒക്കെ ആ വെള്ളം അങ്ങ് ഊറി അത് ചിക്കൻ കറിയായി പോവും. അപ്പോൾ ഒരു റോസ്റ്റിൻ്റെ ഒരു രൂപത്തിൽ കിട്ടാൻ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. കാരണം ആ സവാളയിലൊന്നും ഉപ്പില്ലല്ലോ. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിനകത്ത് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അരമണിക്കൂറൊന്നും ആവില്ല കേട്ടോ, ഒരു 20 മിനിറ്റ്സ് ഒക്കെ. ഇനി നമുക്ക് ഞാൻ ചേർക്കാൻ വിട്ടുപോയൊരു കാര്യം, നല്ല കറിവേപ്പിലയാണ്. നാടൻ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ അതിൻ്റെ കളറൊക്കെ കണ്ടോ. അപ്പോൾ അതിന് ഞാൻ വെള്ളം ഒരു അല്പം പോലും നന്നായിട്ട് ഡ്രെയിൻ ചെയ്താണ് ഞാൻ ചിക്കൻ എടുത്തത്. അത് പറയാൻ വിട്ടുപോയി കേട്ടോ. നല്ല ചിക്കൻ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുക, അപ്പോൾ അതിൻ്റെ വെള്ളം വരത്തില്ല. ഇനി മല്ലിയില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ലാസ്റ്റിലൊന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ. ഇത്രയും ആവുകയാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അതല്ല കുറച്ച് കറിയാണ് വേണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ എൻ്റെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കളർ കാണുമ്പോൾ പോലെ തന്നെയാണ് മക്കളെ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പെറോട്ടയുടെ കൂടെ തന്നെ ഇത് മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക. അതിനാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. കഴിച്ചു നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ അഭിപ്രായമൊക്കെ പറയുമല്ലോ. ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ഇനിയും വരുന്നുണ്ട്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് കമൻറ്റ്സ് ഇടുക. ഇനിയും നല്ലൊരു ടേസ്റ്റി ഐറ്റവുമായിട്ട് കാണുമ്പോഴേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇതേ ഞാൻ അതൊന്ന് എടുത്ത് കാണിച്ചു തരാം. എൻ്റെ ചിക്കൻ റോസ്റ്റിൻ്റെ രുചി ഈ കാണും പോലെ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.